ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നൽ ഖൈല ഇദാ ശാറഫത് നിഹായത്തൽ മിദ്മാർ, ഒരു കുതിര അതിന്റെ ഓട്ടപ്പന്തയത്തിൽ അതിന്റെ അവസാനത്തെ വരിയുടെ അടുത്തെത്തുമ്പോൾ, അതിന്റെ വിജയത്തിന്റെ അടുത്തെത്തുമ്പോൾ, ബദദത് ഖസാറാ ജുഹ്ദിഹാ, അതിന്റെ എല്ലാവിധ പരിശ്രമം കൊണ്ട് അത് മുന്നേറും. അതിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ അതിന് കഴിയുന്നതിന്റെ പരമാവധിയിൽ അത് മുന്നേറും. ലിതഫൂസ ബിസ്സബാഖ്, ഒന്നാമതായി വിജയിക്കാൻ വേണ്ടി അതങ്ങനെ പരിശ്രമിക്കും. എന്നിട്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയാണ്, ഫലാ തകുനിൽ ഖൈൽ അഫ്തന മിൻക്, ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നൽ അഅമാൽ ബിൽ ഖവാതിം, കർമ്മങ്ങൾ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ്. ഏതൊരു കർമ്മവും അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ്. ഫഇന്നക ഇദാ ലം തുഹ്സിനുൽ ഇസ്തിഖ്ബാൽ, ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിൽ നിനക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലഅല്ലക തുഹ്സിനുൽ വദാ, അതിന്റെ യാത്രയയപ്പ് ഏറ്റവും നല്ല രീതിയിലാക്കുക. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വിശിഷ്ടമായ, അവൻ കാത്തിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള അതിഥിയാണ് റമദാൻ എന്നുള്ളത്. അവന് ധാരാളം ബർക്കത്തുകൾ നേടിയെടുക്കാൻ, നന്മകളിൽ മുന്നേറാൻ സാധിക്കുന്ന, പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന മഹത്തായ കാലം. ആ കാലം ഇതാ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ 2/3 ഭാഗവും ഇതാ അവസാനിച്ചിരിക്കുന്നു. ആ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ 10 ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സഹോദരങ്ങളെ, ആ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസത്തിനേക്കാളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നാം മുന്നേറുകയും നാം പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ ദിവസങ്ങൾ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നികത്താൻ, അതിനെല്ലാം മുന്നേറാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ വരുന്ന 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിനങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി നമുക്ക് ഹദീസുകളിലൂടെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങൾ ശ്രദ്ധിച്ചിരുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, ഒന്ന്, എല്ലാ ഇബാദത്തുകളിലും കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാളെല്ലാം കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ ആശിർ, അവസാനത്തെ 10 റമളാനിലെ അവസാനത്തെ 10 ദിവസമായാൽ ശദ്ദ മിഅ്സറഹു, അവിടുത്തെ അരക്കെട്ട് മുറുക്കിയെടുക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരിൽ നിന്ന്, ശാരീരിക ബന്ധത്തിൽ രാത്രികളിൽ നിന്ന് മാറി നിൽക്കും. വാഹിയൽ ലൈല, രാത്രി മുഴുവൻ ഇബാദത്തുകളായി മുഴുകുന്ന രീതിയിൽ അതിനെ ജീവിപ്പിക്കും. വായിഖല അഹ്ലഹ, തന്റെ കുടുംബത്തെയും അതിനോടൊപ്പം വിളിച്ചെഴുന്നേൽപ്പിക്കും ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റൊരിക്കലും പരിശ്രമിക്കാത്ത രീതിയിൽ റമളാൻ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാൾ അതിനേക്കാൾ മുന്നേറിക്കൊണ്ട് നാം ഏറ്റവും നല്ല രീതിയിൽ യാത്രയയപ്പ് നൽകേണ്ട, ഏറ്റവും നല്ല രീതിയിൽ നന്നാക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്ന 10 ദിവസങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം ഇജ്തിഹാദ് ചെയ്യാൻ? പ്രത്യേകത ലൈലത്തുൽ ഖദ്റാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള ധാരാളം ഫദ്ലുകൾ നേടിയെടുക്കാനുള്ള, ധാരാളം നന്മകൾ നേടിയെടുക്കാൻ അവന്റെ ഔദാര്യമായി നമുക്ക് ഒരുക്കിയിട്ടുള്ള ലൈലത്തുൽ ഖദ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞു, ലില്ലാഹി ഫീഹി ലൈലത്തുൻ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ ദിവസം എന്നുള്ളത്, ആ രാത്രി എന്നുള്ളത്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിന്റെ നന്മ ആർക്കാണോ തടയപ്പെടുന്നത്, ആ നന്മ നേടിയെടുക്കാൻ സാധിക്കാതെ തടയപ്പെടുന്നവൻ ആരാണോ അവനാണ് നന്മകൾ യഥാർത്ഥത്തിൽ തടയപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതെ, റമളാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ വിത്ർ മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ സഹോദരങ്ങളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെയും ലൈലത്തുൽ ഖദ്റിന്റെ ഫളിനെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ആകാശത്തിന്റെ ഒന്നാം ആകാശത്തിലേക്ക് ഖുർആനിനെ ഇറക്കിയ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അതിന്റെ മഹത്വം എന്താണെന്നോ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമാണത്. അന്ന് ചെയ്യുന്ന ഇബാദത്തുകൾ, അന്ന് ചെയ്യുന്ന നിസ്കാരം, ഖുർആൻ പാരായണം, അതുപോലെ തന്നെ അല്ലാഹുവിനോട് ദുആ 1000 മാസം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, അതിനോടൊപ്പം എത്തുന്നതാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അതാ ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും ആ ദിവസത്തിൽ കാര്യങ്ങൾ നിർണയിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തെ കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്ന രാത്രിയാണ് ആ രാത്രി. എന്നിട്ട് പറഞ്ഞു, സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, പ്രഭാതമാകുന്നത് വരെ അതാ രക്ഷയുടെയും സമാധാനത്തിന്റെയും സമയമാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. സഹോദരങ്ങളെ, അത് നഷ്ടപ്പെടുന്ന ആളുകളായി നമ്മൾ മാറരുത്. അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം, ഇബാദത്തുകളിൽ മുഴുകണം. അന്ന് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇബാദത്തുകൾ നിസ്കാരം തന്നെയാണ്, ഖുർആൻ പാരായണമാണ്, അല്ലാഹുവിനോടുള്ള ദുആവും ഇസ്തിഗ്ഫാറുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരാണോ ലൈലത്തുൽ
ഖദ്റിൽ അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തോടു കൂടി പ്രതിഫലം പ്രതീക്ഷിച്ച് രാത്രിയിൽ നിസ്കരിക്കുന്നത് അവനതാ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതുപോലെ സഹോദരങ്ങളെ, അവസാനത്തെ പത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇബാദത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും അഫ്വും തേടുക എന്നുള്ളത്. പാപമോചനവും അതുപോലെ പാപങ്ങൾ മായ്ച്ചു കളയാനും തേടുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദ്ർ മാ അഖൂലു ഫീഹാ. റസൂലേ, ഞാൻ അറിയുകയാണ് ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയിലാണെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ ആ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖൂലി, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, യാ അല്ലാഹ്, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അഫുവ് എന്നുള്ളത്. അഫുവ് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്തിനേക്കാൾ, പാപങ്ങൾ പുറത്തു തരുന്ന മറച്ചു വെക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥമാണ്. അഥവാ പാപങ്ങൾ മായ്ച്ചു കളയും, ഒരു അടയാളവുമില്ലാതെ മായ്ച്ചു കളയുന്നവരാണ് അഫുവ് എന്ന് പറയുന്നത്. തുഹിബ്ബുൽ അഫ്വ, അങ്ങനെ പാപങ്ങൾ മായ്ച്ചു കളയുന്നത് നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എന്റെ പാപങ്ങൾ നീ അങ്ങനെ മായ്ച്ചു കളയണമേ. അതേ സഹോദരങ്ങളെ, നമുക്ക് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ, രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ, അത് പുറത്തു കിട്ടാനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള അവസരമാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ഒരു റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ അവലിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് നഷ്ടക്കാരന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ, ഒരുത്തന് നിന്ദ്യതയാണ്. ദഖല അലൈഹി റമദാൻ, അവനിലേക്ക് റമദാൻ വന്നെത്തി. ഫുമൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് ആ റമദാൻ അവനിൽ നിന്ന് തീർന്നു പോവുകയാണെങ്കിൽ അവനത് ഏറ്റവും നിന്ദ്യവും അകൽച്ചയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, അവസാനത്തെ പത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റമദാനിൽ മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ്, എന്നാൽ അവസാനത്തെ പത്തിന്റെ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വതഖ നൽകുക എന്നുള്ളത്, ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത്, സാധുക്കൾക്ക്, ആവശ്യക്കാർക്ക് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത്. അതെ, ദാനധർമ്മങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാം, സാധുക്കൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും, പക്ഷെ റമദാൻ അത് നമുക്ക് എപ്പോഴും ലഭിക്കുകയില്ല. റമദാനിൽ സ്വതഖ ചെയ്യാനുള്ള അവസരം അതെപ്പോഴും ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മറ്റുള്ളവർക്ക് ഔദാര്യം ചൊരിയുന്ന, ദാനധർമ്മങ്ങൾ നൽകുന്ന വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദു മാ യകൂൻ ഫി റമദാൻ, ഏറ്റവും അധികം ഇതുപോലെ ദാനധർമ്മങ്ങളും ഔദാര്യങ്ങളും ചെയ്തിരുന്നത് റമദാനിലായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവസാനമായി ഈ അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച മറ്റൊരു കാര്യം ഇഅ്തികാഫാണ്, മസ്ജിദിൽ ഒളിഞ്ഞിരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചിന്തിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ദിക്ർ ചെയ്തു കൊണ്ട്, അവന്റെ ഇബാദത്തുകളായി മുഴുകിക്കൊണ്ട്, മറ്റുള്ള ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ചിന്ത നിറച്ചുകൊണ്ട് മസ്ജിദിൽ തങ്ങുക എന്നുള്ളത് അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ രാത്രികളിൽ, അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒറ്റയൊറ്റയായ രാത്രികളിൽ, അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ മസ്ജിദിൽ സമയം ചെലവഴിക്കാൻ നാം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റ അൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാന 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷം അത് ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ, അവസാനത്തിലെത്താൻ നോക്കുമ്പോൾ, ഒരു കുതിര അതിന്റെ എല്ലാ ശക്തിയും എടുത്ത് വിജയിക്കാൻ വേണ്ടി മുന്നേറുന്നത് പോലെ നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും നല്ല പരിശ്രമം കാഴ്ചവെച്ചുകൊണ്ട് മുന്നിലെത്താൻ, ഒന്നാമതായി എത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്ക് നോക്കൂ, ഫലാ തകുനിൽ ഖൈലു അഫ്തന മിൻക, ഒരു കുതിര നിന്റെയേക്കാൾ ബുദ്ധിമാനാകാതിരിക്കട്ടെ. സഹോദരങ്ങളെ, അധിക ജനങ്ങൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണ്, ഒന്നെങ്കിൽ അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിതരായി ജീവിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ കാലത്ത് അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ നഷ്ടം വരുത്തിയതിൽ, പാപങ്ങൾ സംഭവിച്ചതിൽ അതിൽ ദുഃഖിതരായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർ. അതല്ലെങ്കിൽ ചില ആളുകൾ വരും കാലത്ത് എന്റെ അവസ്ഥ എന്താകുമെന്നുള്ള ഭയം അധികരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ മുന്നേറാതെ ആ ഭയത്തിലായി ജീവിക്കുന്ന ആളുകൾ. എന്നാൽ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കുള്ളത് ഇപ്പോഴുള്ള നമ്മുടെ കയ്യിലുള്ള സമയമാണ്. കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ അബദ്ധങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് മാറ്റാൻ സാധിക്കില്ല. വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പോഴുള്ള ഈ അവസരം, ഈ സമയം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്ക് കാണാം, അഹ്സിൻ ഫീമാ ബഖിയ, ഇപ്പോൾ ബാക്കിയുള്ള ഈ സമയം നീ ഏറ്റവും നല്ല രീതിയിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. യുഗ്ഫർ ലക മദാ, നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അത് കാരണത്താൽ പൊറുക്കപ്പെടുന്നതാണ്. ഫഗ്തനിം മാ ബഖിയ, ഇനി ബാക്കിയുള്ള ഈ ദിവസങ്ങൾ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നീ ഉപകാരപ്പെടുത്തുക. ഫലാ തദ്രി മതാ തുദ്രികു റഹ്മത്തല്ലാഹ്, നിനക്കറിയില്ല എപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് നേടാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിലെ ഓരോ ദിവസവും മഹത്വമുള്ളതാണ്, ഓരോ സമയവും ശ്രേഷ്ഠതയുള്ളതാണ്. അതിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഈ ദിവസങ്ങളിൽ
ഏറ്റവും നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന, നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കരയാൻ സാധിക്കുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടാൻ തേടാൻ സാധിക്കുന്ന, നാളെ സ്വർഗം ചോദിക്കാൻ സാധിക്കുന്ന, നരകത്തിൽ രക്ഷ നേടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഈ ദിവസങ്ങളെ, ഈ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഒരുങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായത്തെ ചോദിച്ച് ഏറ്റവും നല്ല നിയ്യത്തോടുകൂടി, സിദ്ഖോടുകൂടിയുള്ള നിയ്യത്തോടുകൂടി നാം ഒരുങ്ങുക. അള്ളാഹു തആല ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പല നാടുകളിലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ശത്രുക്കളുടെ അക്രമത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, നമുക്കറിയാവുന്നതാണ്. അവരെ നമ്മൾ മറന്നുകൂടാ. മുസ്ലിം എന്ന നിലക്കുള്ള നമ്മുടെ ആ സ്നേഹം, നമ്മുടെ ആ ബന്ധം, അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരിക്കലും നമ്മൾ വിട്ടുവീഴ്ച വരുത്തരുത്. അവർക്ക് ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളും ഏറ്റവും നല്ല ആഫിയത്തും നൽകാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം നാം തേടേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുകയും അവർക്ക് ഏറ്റവും നല്ല സൗഖ്യമുള്ള ജീവിതം നൽകുകയും ചെയ്യുമാറാകട്ടെ.